ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമുക്കൊരു ചുരിദാർ ബോഡി മെഷർമെൻ്റ് എടുത്ത് എങ്ങനെ കട്ട് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഇട്ടേക്കണ ചുരിദാറിൻ്റെ അളവിലാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏത് ചുരിദാറിൻ്റെ തുണി വെട്ടുമ്പോഴും ഞാൻ എടുക്കണ അളവ് ഇത് തന്നെയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വരും. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഇവിടെയൊക്കെ നല്ല കറക്റ്റിനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒന്ന് കട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്, ലൈനിങ് ഒന്നുമില്ലാണ്ട്. പിന്നെ ക്യാൻവാസ് വെക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ ക്യാൻവാസിലാണ് വെക്കണത്. ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെ വെക്കണമെന്നും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് നമ്മുടെ ഇറക്കമാണ്. അപ്പോൾ എൻ്റെ ഇറക്കം 45 ഇഞ്ചാണ്. കറക്റ്റ് 45 ഇഞ്ചാണ്. അത് നമ്മളെങ്ങനെയാണ് ഇറക്കി കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൽ നിന്ന് പിടിച്ചതിന് ശേഷം ഇങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളുടെ ഇറക്കം ആരെങ്കിലും എടുത്ത് തന്നെയാണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടറ മുമ്പിൽ പോയി ഇറക്കം എത്രയാണെന്ന് അളന്നെടുക്കുക. അപ്പോൾ അത് 45 ഇഞ്ചാണല്ലോ. പിന്നെ നമ്മൾ എടുക്കണം നമ്മുടെ ഷോൾഡറിൻ്റെയാണ്. അപ്പോൾ ടേപ്പ് ബാക്ക് പിടിച്ചിട്ട് പിടിക്കുക. അപ്പം നമ്മൾ ഇഞ്ച് കണക്കാണ് എടുക്കണതല്ല. അപ്പോൾ ഇഞ്ച് കണക്കിന് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു ബോൾട്ട് പോലത്തെ ഇതുണ്ടല്ലോ, അവിടേക്ക് വയ്ക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ എനിക്കതൊരു 13 ഇഞ്ചാണ് കിട്ടണത്. പിന്നീട് നോക്കേണ്ടത് നമ്മുടെ ഈ കഷത്തിൻ്റെ, എല്ലാവരും സാധാരണ എടുക്കുന്നത് ഇങ്ങനെയുള്ളൊരു വണ്ണമാണ്. അങ്ങനെയല്ല, നമ്മുടെ ഈ കഷത്തിൻ്റെ വണ്ണം കൊടുക്കണം. അപ്പോൾ ടേപ്പ് ഇതുപോലെ തന്നെ വെക്കുക, വെച്ചിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. കണ്ട, അപ്പോൾ അത് നമ്മൾ മെഷർമെൻ്റൊക്കെ എടുത്ത് വെക്കണേ കേട്ടോ. കാരണം ഇതാണല്ലോ എൻ്റെ അളവ്. വെച്ച് കഴിയുമ്പോൾ ഈ ഒരളവ് ഒരു വിരൽ അകത്ത് വെച്ചിട്ട് വേണം. കണ്ട, എന്നിട്ട് ഈ കൈ താഴ്ത്തിടുക. ഒരു വിരൽ അകത്തിട്ടിട്ട് വേണം ഈ ഒരളവ് എടുക്കാൻ. അപ്പോൾ ആ ഒരളവാകുമ്പോൾ എനിക്ക് 39 ഉണ്ട്. അപ്പോൾ നമുക്കതിവിടെ 39 ആണ്. അതൊന്ന് കുറിച്ച് വെച്ചേക്കുക. അതിനുശേഷം വീണ്ടും നമ്മളൊരളവ് എടുക്കാനുണ്ട്. അത് നമ്മുടെ അപ്പോൾ നമ്മൾ അടിയിലിട്ടേക്കണ ബ്രാക്ക് നല്ല പക്കയായിരിക്കണം കേട്ടോ. എന്നാലേ ഇതെടുത്താൽ സാരി ബ്ലൗസിനും അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് 42 കിട്ടണുണ്ട്. ഒരു വിരൽ ഞാൻ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിരൽ അത്രയും ടൈറ്റ് അല്ല. അപ്പോൾ ഒരു ഉള്ളിലേക്ക് ടേപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു വിരൽ വെച്ചിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ എനിക്ക് 42 ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഷേപ്പാണ്. ആ ഷേപ്പ് എങ്ങനെ എടുക്കണമെന്നൊന്ന് നോക്കണം. അപ്പോൾ വീഡിയോ ഇച്ചിരി വലുതായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഷേപ്പ് വരുമ്പോൾ നമുക്കൊരു ഇങ്ങനെ പിടിക്കുമ്പോൾ അതേക്കണ്ട 13.5 ഇഞ്ചിലാണ് വരണത്. അതിനുശേഷം നമ്മൾ ഷേപ്പിൻ്റെ വണ്ണം കൊടുക്കണം. അപ്പോൾ ഷേപ്പിൻ്റെ വണ്ണം ഇങ്ങനെ വെച്ചിട്ട് ഒരു വിരലകത്ത് വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഷേപ്പിൻ്റെ വണ്ണം നമുക്ക് ഇച്ചിരി ലൂസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 36 ഉണ്ട്. ടൈറ്റിന് ഒരു വിരലിട്ട് പിടിച്ചാൽ എനിക്ക് 35 ഉള്ളൂ. പലതും പല മോഡലായിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ എടുക്കുക. പിന്നെ ചില ആൾക്കാരുടെ വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്ലിറ്റ് ഭാഗം, അതെനിക്ക് വരണത് 19-20 ഇഞ്ചാണ്. അപ്പോൾ അത് നിങ്ങളുടെ ചുരിദാറിൽ നിന്ന് അളന്നൊന്നെടുക്കുക. ചുരിദാറിൻ്റെ ആൾക്കാർ അങ്ങനെ അളന്നെടുക്കുക. അതിൽ കൂടിയാലും വൃത്തികേടാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ, അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു ഭാഗത്തിൻ്റെ അളവ് തന്നെയാണ് നമ്മുടെ ഈ വേസ്റ്റ് ഭാഗത്തിൻ്റെ അല്ല ഹിപ്പിൻ്റെ ഇവിടുത്തെ അളവ്. അപ്പോൾ അത് വന്നതും അങ്ങനെ തന്നെ. ഇനി അങ്ങനെ നല്ലതുണ്ടെങ്കിൽ ടേപ്പ് ഒന്ന് അതുപോലെ സ്ലിറ്റിനോടെ വട്ടത്തിൽ പിടിച്ചിട്ട് ടേപ്പ് പിടിച്ചിട്ട് എടുക്കുമ്പോഴും നിങ്ങൾക്ക് എത്ര കിട്ടുമോ നോക്കുക. അപ്പോൾ എനിക്ക് അപ്പോഴും കിട്ടിയേക്കണത് 42 തന്നെയാണ്. അപ്പോൾ ഈ ഒരു അളവ് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു അളവാണ് നമ്മുടെ ഈ ഭാഗത്ത് അളവ് വന്നത്. ചില ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ചുരിദാർ ഒന്ന് വെട്ടിയാലോ. അപ്പോൾ അളവുകളൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ല, അവരോട് അളവ് ഓർത്ത് വെക്കുക. നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഒരു നൈറ്റി ബിറ്റാണ് ഇത്. നൈറ്റി ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 190 ഒരു നൈറ്റി ബിറ്റാണിത്. ഇതിന് 160 രൂപയാണ് വില. അപ്പോൾ ഞാനിതിപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കാറില്ല. അപ്പോൾ സിമ്പിളായിട്ടൊന്നും നോക്കാമെന്ന് കരുതിയിട്ട് മാത്രം, ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഞാനങ്ങനെ തയ്ക്കണേ കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ കറണ്ട് പോയി നൈറ്റി ബിറ്റിൻ്റെ ഇതുപോലെ രണ്ടാക്കി മടക്കി ഇതുപോലെ നീളത്തിൽ വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ ഇങ്ങനെയാണ് നൈറ്റി ബിറ്റിൻ്റെ ഒരു ഇരിപ്പ്. നൈറ്റി ബിറ്റിൻ്റെ ഇങ്ങനെ ഇരിപ്പ് ഇങ്ങനെയാണ് കേട്ടതേ, കണ്ട. അപ്പോൾ ഇതൊരു ആദ്യം ഇതിനെ രണ്ടാക്കി വീതിയിൽ മടക്കിയിട്ട് നീളത്തിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി ഇതൊരു 4 പീസ് വരുന്നുണ്ട്. 1, 2,
3 4 പീസ് കേട്ടോ. അപ്പം ഇത് ഫോൾഡായ ഭാഗമാണ് ഈ 4 പീസും. അപ്പുറത്ത് ഞാൻ നിൽക്കണോടെ ഫോൾഡ് അല്ലാത്ത ഭാഗവുമാണ്. അപ്പം ഞാൻ ഈ നൈറ്റി ബിറ്റിൻ്റെ താഴെ നിന്നും മുകളിലോട്ടാണ് അളവെടുക്കുന്നത്. അതായത് താഴെ ഓപ്പൺ ഭാഗമാണ്, 4 ഭാഗം ഇത് ഓപ്പണാണ്. മറ്റേത് ഓപ്പൺ അല്ലാത്ത ഭാഗത്തുനിന്ന് എൻ്റെ ചുരിദാറിൻ്റെ അളവ് ഞാൻ കറക്റ്റിന് എടുക്കണേ. അപ്പം ഞാൻ താഴത്തേക്ക് ഞാൻ 1 ഇഞ്ച് മാറ്റിയിട്ട് പിടിക്കണത്, കാരണം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. താഴത്ത് നിന്ന് മുകളിലോട്ട് നമ്മുടെ ചുരിദാറിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അത് അളന്നെടുക്കണേ. അപ്പം എനിക്ക് എല്ലാം കൂടെ 44 വേണം. അപ്പം ഞാൻ 44 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ 44ൻ്റെ അവിടെയാണ് നമ്മുടെ ബാക്കി മെഷർമെൻറ്റ്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ട, ഇതാണ് എൻ്റെ 44. മനസ്സിലായില്ലേ? ഇനി ഇവിടെ നിന്നും ഇത് നമുക്ക് ഇങ്ങോട്ട് ഒരു ഇത് ശരിക്കും കിട്ടും. അതായത് ഒരു പീസ് നല്ല കറക്റ്റിന് വലുതായിട്ട് തന്നെ കിട്ടും. പീസുകളെല്ലാം കറക്റ്റ് ഒപ്പണോ എന്നൊക്കെ നോക്കുക. അതിനുശേഷം നമ്മുടെ ഇറക്കം നമ്മൾ അളന്നെടുത്തു. ഇനി നമ്മൾ ചെയ്യണത് നമ്മുടെ ഷോൾഡറാണ്. അപ്പം എനിക്ക് ഷോൾഡറിൻ്റെ അളവ് 6.5 വേണം. അപ്പം 6.5 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് 6.5. എന്നിട്ട് ഞാനൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 7 ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒന്ന് ലൈനായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റിന് തന്നെ വരക്കുക കേട്ടോ. കണ്ട, അപ്പം എനിക്ക് ഫുള്ളായിട്ട് എത്ര കിട്ടി? 7 കിട്ടി. 6 ആണെങ്കിൽ 6 ആദ്യം അടയാളപ്പെടുത്തുക, അതിനുശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. അപ്പം നമ്മുടെ കറക്റ്റിനുള്ള തുണിയാണ്, അതായത് 44 ഇഞ്ച് എടുത്തേക്കണത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 1/2 ഇഞ്ചും കൂടി നീക്കിയിട്ട് ഇതുപോലൊരു വര വരച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് അറിയാമോ? ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ 6.5 അതൊന്ന് വരച്ചു കൊടുക്കുക. അപ്പം എല്ലാവർക്കും ചിലപ്പോൾ 6.5 ആയിരിക്കില്ല, നമ്മുടെ ആ ഫോണിൽ വ്യത്യാസം ഉണ്ടാകും. ആ ചുറ്റൊന്ന് വളർന്നെടുത്താൽ നമുക്കത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ വരച്ചിട്ടുണ്ട്. കണ്ട, അപ്പം ഇനി വേണ്ടത് നമ്മുടെ കഷ്ടത്തിൻ്റെ അവിടുത്തെ ഒരു വണ്ണം കൊടുത്തില്ലേ, അത് എത്രയായിരുന്നു? അതാണ് ആവശ്യം. അതിൻ്റെ 4 ഭാഗം നമ്മൾ അവിടെ അടയാളപ്പെടുത്തണം. അപ്പം 39ൻ്റെ 4 ഭാഗം എത്രയാണോ അത് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. അപ്പം എനിക്കൊരു 9.25 കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ തുണി ഒന്ന് ചുരുങ്ങും. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട്, തുണി എങ്ങനെയാണോ നമുക്ക് ചുരുങ്ങുമെന്നൊക്കെ അറിയണമല്ലോ, 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒരു 10 അടയാളപ്പെടുത്തിയെടുത്തു. കണ്ട, അപ്പം ആ 10 എനിക്കിങ്ങനെ കിട്ടി. 4 ഇഞ്ച് നമ്മൾ കൂട്ടി, നമുക്ക് 9.25 മതി. 4 ഇഞ്ച് കൂട്ടിയത് തുണി ചുരുങ്ങും. അതിനുശേഷം കറക്റ്റ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. കറക്റ്റ് മതി, കൂടുതൽ വേണ്ട. അപ്പം നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് നമ്മൾ ശരിക്കും ഷോൾഡറിൻ്റെ അവിടത്തോളമുള്ള മെഷർമെൻറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വേറൊരു ഇതാണ്. പിന്നെ നമ്മൾ കഷ്ടത്തിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു എണ്ണം കൂടി എടുത്തു. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിങ്ങൾ പിടിക്കുമ്പോൾ 9.5 അവിടെ വന്നത്. അവിടെ നമ്മളൊരു അടവെടുത്തിട്ടുണ്ടായിരുന്നു. കണ്ട, 9.5. ആ 9.5യുടെ വണ്ണം നമുക്ക് വന്നത് 42 ഇഞ്ചാണ്. അപ്പം 42 ഇഞ്ചിൻ്റെ നേർപകുതി എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുക, ഈ ഒരു അളവ്. അപ്പം ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ആ പകുതി 4 ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 10.5 കിട്ടും. അപ്പം നമ്മൾ 9.5 അടയാളപ്പെടുത്തിയ അവിടേക്ക് 10.5 ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ട, 10.5 വെച്ചു. അപ്പം ഇതാണ് ആ 10.5. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി. അപ്പം ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. കണ്ട, ഞാനൊന്ന് വരച്ച് കാണിച്ചതേ. കണ്ട, ഈ ഒരു വ്യത്യാസം വന്നത് എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നീടാവട്ടെ. ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് 13.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. 13.5 ഇഞ്ച്. അപ്പം ഞാൻ ഈ നൈറ്റിയുടെ നല്ല വശത്തിട്ടാണ് വെട്ടണത്. അപ്പം നമ്മൾ 2 വര വരച്ചേക്കണത്, ഒന്ന് ഇവിടെയാണ്, അതായത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ.
കണ്ട രണ്ടാമത്തെ വര നമ്മൾ 9.5 ഒരു വര വരച്ചിട്ടുണ്ട്. കണ്ട ഇനി നമ്മൾ വരക്കണത് നമ്മുടെ ഷേപ്പ്, അത് 13.5 ഞാൻ ഇങ്ങനൊരു വര വരച്ചിട്ടുണ്ട്. ഇനി ഷേപ്പ് എത്രയാണ്? നമ്മുടെ ഷേപ്പിന് എത്രയാണ്? 37.5 എൻ്റെ ഷേപ്പ്. അപ്പോൾ 37.5 നാലിലൊരു ഭാഗം എത്രയാണോ അത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം. അപ്പം നമുക്ക് ഒരു 9 കഴിഞ്ഞിട്ട് ആ വരയ്ക്ക് 3 പോയിൻ്റേ ഉള്ളു. അപ്പം നമ്മൾ കറക്റ്റ് 9.5 തന്നെ ഒന്ന് വരച്ചിട്ട് കൊടുക്കുക. എന്തായാലും 9.5 വരയ്ക്കാം. കാരണം എന്താണെന്നറിയാമോ, ഇതൊന്ന് ചുരുങ്ങുമല്ലോ ഈ തുണി. അപ്പം അതെ കണ്ട അതും വരച്ചു. ഇനി അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് 1.5 ഇഞ്ച് തയ്യൽ തൂമ്പ് ഇട്ട്. അപ്പം ഈ 3 വരകൾ നമുക്കൊന്ന് യോജിപ്പിച്ചെടുത്താലോ. കണ്ട വ്യത്യാസം കണ്ടോ? കരണ്ട് വന്നിട്ടാ ഷേപ്പ്. അപ്പം ഇവിടേക്ക് ഇങ്ങനെ ഒരു ചരിവ് വന്നു, ഇവിടേക്ക് ഇങ്ങനെ ഒരു ചരിവ് വന്നു. ഇതുപോലെ ഒന്ന് വെട്ടി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇച്ചിരി ലെങ്ത്ത് കൂടിയ വീഡിയോ ആയിരിക്കുള്ളൂ. ചുരിദാർ വെട്ടൽ സിമ്പിളാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർ 2-3 ഒരേ മണിക്കൂർ നമുക്ക് തയ്ക്കാൻ കിട്ടിയാൽ നമ്മൾ 2-3 മണിക്കൂർ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളിത് പഠിക്കണത് അല്ലേ. 2-3 ദിവസം എടുക്കും ഓരോ മണിക്കൂർ, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുത്തുനിന്ന് വരും. അപ്പം ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 20 ഇഞ്ച് അടയാളപ്പെടുത്തണേ കേട്ടോ. 20 ഇഞ്ച്. ഇതെന്തിനാണെന്നറിയാമോ? നമുക്ക് സ്ലിറ്റ് ഇടാനുള്ള ആ ഒരു ഭാഗമാണ്. അത് ഞാൻ 20 ഇഞ്ചിന് ഇവിടത്തേക്ക് ഒന്ന് വരച്ചു വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഈ ലൈൻ അവിടെ വരുമ്പോഴും എനിക്ക് 11.5 മതി, 4 ഭാഗം മതി. അപ്പോൾ അവിടെ എനിക്ക് 11.5 മതി, 11.25 മതി. ഞാൻ 11.5 എടുക്കുന്നുണ്ട്, കാരണം ഇതൊന്ന് ചുരുങ്ങും. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ബാക്ക് വശം ഭയങ്കര പിടുത്തം വരും. കണ്ടോ ഇട്ടു. ഇനി ഇവിടെ തയ്യൽ തുമ്പ് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതി, കൂടുതൽ തയ്യൽ തുമ്പ് വേണ്ട. കറക്റ്റ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം മതി ഇവിടേക്ക് കേട്ടാ. സ്ലിപ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ബാക്കിയെല്ലാം നമ്മ എടുത്തേക്കണത് 1.5 ഇഞ്ചാണ്. ഇവിടേക്ക് വന്നപ്പോൾ നമ്മ എടുത്തേക്കണത് 1 ഇഞ്ചാണ്. അത് ഓർമ്മ വേണം. കണ്ട ആ വരക്കണ വരയിൽ തന്നെ വ്യത്യാസം വന്നിട്ട് കണ്ട. നോക്കൂ വരകൾ തമ്മിൽ കണ്ട. അപ്പം ഇവിടെ നമ്മളിങ്ങനെ വരച്ചു. ഇനിയുണ്ട് ഒരു വരയാൻ കൂടി കേട്ടോ. നമുക്ക് നമ്മുടെ ഇവിടെ ഒരു വരയുണ്ട് ഇവിടെ. അപ്പം ടേപ്പ് എടുക്കുക. ടേപ്പ് നമ്മുടെ കഴുത്തിൽ തന്നെ ഇട്ടേക്കണം കേട്ടോ. അപ്പം നമ്മൾ എടുത്തു ടേപ്പ്. ഇനിയുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ഒരു വര ഇച്ചിരി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാനതൊന്ന് കയറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുകളിലത്തെ വര കയറ്റി വരച്ചിട്ടുണ്ട്, കാരണം ആമക്കുളം ഇറങ്ങിപ്പോയി വരച്ചത്. ഇനി നമ്മളിവിടെ നിന്നും ഇങ്ങോട്ടൊരു 1.25 ഇഞ്ച് എടുക്കുക. 1.5 എടുത്താലും കുഴപ്പമില്ല. ബാക്ക് ഇങ്ങനെ കുടുങ്ങി കിടക്കാതിരിക്കാനാണ് കേട്ടോ ഞാൻ 1.25 എടുത്തത്. എന്നിട്ട് ഈ കോണിൽ നിന്ന് ഇതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ 6.5 ഉണ്ടല്ലോ, അതിൻ്റെ പകുതി എത്രയാണോ അതൊന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്ത് ഇനി ഈ ഒരു വരയിൽ നിന്നും ഒരു 4 ഇഞ്ച് ടേപ്പ് ഒന്ന് മാറ്റി പിടിക്കുക. ഇപ്പുറത്തോട്ട് അകത്തോട്ട് 4 ഇഞ്ച് ടേപ്പ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഈ മുകളിലെ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഒന്നും കൂടെ ഇറക്കിയിടാട്ടെ. ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ തുണി ശ്രദ്ധിക്കണം, നീങ്ങിപ്പോരുത്. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടേക്ക് നേരെ പിടിക്കുക. കണ്ട എന്നിട്ട് ഈ 4 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 4 ഇഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ വര ഒന്ന് കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് വരക്കുക. ഇത് ഇത്രയും നമ്മൾ ചെയ്യണത് നമുക്ക് നമ്മുടെ കൈക്കൂടെ അവിടെ, അതായത് കൈക്കൂടെ അവിടെ നമുക്ക് ഒരു പിടുത്തം വരാണ്ടിരിക്കാനാണ്. കണ്ട ഈ വര ഇങ്ങനെ വെക്കുക. അതിന് ശേഷം നമുക്ക് നമ്മൾ ഇതിൻ്റെ പകുതി എടുത്തേക്കണ വരയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നൊന്ന് കണ്ട ചേർത്ത് വരക്കുക. ഈ ചേർത്ത് വരക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഒരളവുണ്ടല്ലോ, ഈ അളവിലോട്ടാണ് കൊണ്ടുവന്ന് ഇങ്ങനെ ചേർത്ത് വരച്ചെടുക്കേണ്ടത്. കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വെട്ടി. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് നീക്കിയിട്ട് ഒന്നും കൂടെ ഒരു വരയിട്ടിട്ട് ഉള്ളിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളതൊന്ന് പതിച്ചടിക്കുക. അതായത് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് ആകുമ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടും. അത് നമ്മളത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഷോൾഡറിൻ്റെയും നമ്മുടെ വേസ്റ്റ് ഭാഗത്തിൻ്റെ അവിടം വരെയുള്ള ഇത്. ഇനി ഇവിടെ നിന്ന് നമുക്ക്
നേരെ വേണമെന്നുണ്ടെങ്കിൽ നേരെ, അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചരിവ് വേണമെന്ന് വെച്ചാൽ ചരിവനുസരിച്ച് വരച്ചെടുക്കുക. അപ്പം എനിക്ക് ഇങ്ങനെ അധികം എന്താണ് വിരിവ് ഇഷ്ടമല്ല താഴേക്ക്. അപ്പം നമുക്ക് അതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പം താഴെയുള്ള വിരിവ് അതെന്തോരം നിങ്ങൾക്ക് വേണം അതിടാം. അപ്പം ഞാൻ ഇതെത്ര ഉണ്ടെന്നൊന്ന് മുകളിലത്തെ നമ്മൾ വരച്ച വര 12.5 ഉണ്ട്. അപ്പം കറക്റ്റ് 12.5 കൊണ്ടുവന്നൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി നമുക്കതൊന്ന് സ്കെയിൽ വെച്ച് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നേരെ വരച്ചെടുക്കുക. വരച്ചെടുത്തു. അപ്പോൾ നന്നായിട്ട് മനസ്സിലാകാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ട, ലെങ്ത്ത് കൂടും വീഡിയോയ്ക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വര. അപ്പോൾ നമ്മുടെ വര എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ കഴുത്ത് ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് കഴുത്ത് വെട്ടണത്. ഇറക്കം അത് ഞാൻ ക്യാൻവാസിലാണ് വെട്ടണത്. അപ്പം ഞാനത് ക്യാൻവാസിൽ വെട്ടിക്കാണിച്ചുതരാം. ഈ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പം നമ്മൾ ഇത് വെട്ടി മാറ്റി. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ അതായത് നോക്കി, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നമുക്ക് കൈക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു പീസ് ഇവിടെ നിന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ? അതെ, 290 പീസിന് 160 രൂപയുണ്ട്. ഞാൻ എടുക്കണത് എറണാകുളം ഭഗവതി എന്നാണ്. ഇനി പോകുമ്പോൾ കട ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പീസ് രണ്ടാക്കി എടുക്കണം. ഞാൻ നല്ല വശത്തിട്ട് തന്നെ കേട്ടോ വരച്ചേക്കണത്. നിങ്ങൾ വരക്കുമ്പോൾ ബാക്ക് വശത്തിട്ട് വരക്കാൻ ശ്രമിക്കുക. അപ്പോൾ കഴുത്ത് നമുക്ക് ക്യാൻവാസിലാണ് ഞാൻ വെട്ടണത്. അതുകൊണ്ടിട്ട് കഴുത്ത് കട്ടിങ് ചെയ്യണില്ല കേട്ടോ. അത് നമുക്ക് ക്യാൻവാസിൽ തന്നെ കട്ട് ചെയ്യണതായിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാർ കട്ട് ചെയ്യണ ഒരു വീഡിയോ. അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ എൻ്റെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ആ ഒരു അരയിഞ്ച് ഉണ്ടല്ലോ ഉള്ളിലോട്ട് ഉള്ള ആ അരയിഞ്ച് ഇവിടെ നിന്ന് തന്നെ ഇത് മാറ്റി ഇത് മുറിച്ചെടുത്തു കേട്ടോ. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇത് നാളെ കാലത്ത് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾ കാണുക. അതിനുശേഷം നമുക്ക് വീണ്ടും സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ ഇടും. ഇന്നലെ ബ്ലൗസ് കട്ട് ചെയ്ത വീഡിയോ ഇട്ടു. പക്ഷേ സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ എനിക്ക് സാധിച്ചില്ല. അത് ഭയങ്കര തിരക്കായിപ്പോയി. അതുകൊണ്ടിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. അപ്പം എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക.